ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നല്ല, കൊത്തു പൊറാട്ടയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ആഫ്രിക്കൻ മല്ലിയാണ്. മല്ലിയിലയ്ക്ക് പകരം അത് ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഈ ആഫ്രിക്കൻ മല്ലി കേട്ടോ. പിന്നെ അതാ പൊറോട്ട ഞാൻ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ അതാ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൊറോട്ടയൊക്കെ വീട്ടിൽ ബാക്കി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ 2 മുട്ടയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഞാനിതാ നമ്മുടെ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുത്തിപ്പൊരിയില്ലേ, അതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. സാധാരണ കൊത്തു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ തന്നെ മുട്ട ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ആ ഒരു ടേസ്റ്റ് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുട്ട ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ച് ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സബോള ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 സബോളയാണ് കേട്ടോ. കുറച്ച് സബോള തന്നെ എടുത്തിട്ടുള്ളൂ, ചെറിയ സബോളയാണ്. പിന്നെ അതിലേക്ക് 2 പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. വാടി വന്നതിന് ശേഷമാണ് ബാക്കി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിക്ക് ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് നല്ലൊരു കളറും കിട്ടും. പിന്നെ അതേപോലെ തന്നെ എരിവും അത്ര കൂടുതലായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതും ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതൊരു 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സ്ട്രാ മസാലപ്പൊടികളാണ് കേട്ടോ. ഇത്രയും മസാലപ്പൊടികളൊന്നും നമ്മൾ കൊത്തു പൊറോട്ടയ്ക്ക് ചേർക്കില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഇത്രയും പൊടികൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഫൈനലി നമ്മുടെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള പൊറോട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയും ഈ പൊറോട്ട എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ പൊരിച്ചെടുത്ത മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഈ മസാലയും പിന്നെ അതേപോലെ ഈ പൊറോട്ടയും അതേപോലെ ഈ മുട്ടയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവണ തരത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലി നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്കിത് നമ്മുടെ ഡിഷ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിലതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടയൊക്കെ ബാക്കി വരുമ്പോൾ ഇനി ഒരിക്കലും ആരും വേസ്റ്റ് ആക്കണ്ട കേട്ടോ. അപ്പോൾ അവസാനം നമുക്ക് കുറച്ച് സബോളയും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിന് മീതെ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.